പ്രമേയങ്ങൾ ഒന്നാമത്തേത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. മറ്റൊരു പേരിൽ അറിയപ്പെടും, അത് ചരിത്രമാണ്. എന്താണ് ചരിത്രം? ഒരു 9 ഗ്രഹങ്ങളെ ഭൂമിയിൽ ഉള്ളൂ കഴിയും. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് വന്നതിന് ശേഷം മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ഈ ജീവി, ബുദ്ധി കൊണ്ട് ലോകത്തെ ഭരിച്ചവൻ, അതുപോലെ തന്നെ യൂട്യൂബിലും ലൈവായി ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കൈറ്റ് വിക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ സംശയങ്ങൾ അധ്യാപകരുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ ഉടനെ തന്നെ നൽകുന്നതാണ്. നമുക്ക് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ അധ്യാപകരെ പരിചയപ്പെടാം. ആദ്യമായി നമ്മുടെ കൂടെയുള്ളത് സുബിൻ സാറാണ്. സുബിൻ LB സർ, GHSS കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത്. സർ സ്വാഗതം. സ്വാഗതം. മറ്റൊരു അധ്യാപകൻ നമ്മുടെ കൂടെയുള്ളത് കൊച്ചനുജൻ N സാറാണ്. GHSS പത്തനംതിട്ടയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സർ സ്വാഗതം. നമസ്കാരം. ഇവരുടെ കൂടെ മറ്റൊരു അധ്യാപകൻ കൂടി ഫോണിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. രഞ്ജിത്ത് R, ഗവൺമെൻറ് ജവഹർ HSS ആയൂർ, കൊല്ലത്തു നിന്നാണ്. സർ സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാളെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. തുറക്കലും അനുബന്ധിച്ചുള്ള പാഠം, ഇങ്ങനെ മൊത്തത്തിലെ 12 പ്രമേയങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും ചെലവഴിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡിലീറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? യെസ്, അതിൽ നമുക്ക് 3 ചാപ്റ്ററുകളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചില ചാപ്റ്ററുകളുടെ ചില പോർഷനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപക്ഷെ അല്ല 99% ഈ പരീക്ഷയ്ക്ക് ലഭ്യമാകില്ല എന്ന് തന്നെ വേണം നമുക്ക് മോഡൽ പരീക്ഷ അടിസ്ഥാനപ്പെടുത്തി കാണുവാൻ ഉള്ളത്. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അധ്യാപകർ ഇതിനെ പഠിപ്പിച്ചായിരിക്കും, അതിനുശേഷമായിരിക്കും പല ഭാഗങ്ങളും ഇതിനെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വിഷയമുള്ള കാര്യമല്ല. മാത്രമല്ല, അത് പഠിച്ച് നിങ്ങൾ ഈ സമയം കളയരുത്. കാരണം നമ്മൾ ബാക്കിയുള്ള 12 പ്രമേയങ്ങളിലാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് സമയം തരുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുത്ത് എഴുതാനുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 2.5 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതാൻ തക്ക വിധത്തിലേക്ക് നിങ്ങൾ വളരണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു 15 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ കഴിയുന്ന പരീക്ഷ ക്വസ്റ്റ്യൻസുകളുടെ ഒരു അവലോകനം നമുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ കൂൾ ഓഫ് ടൈം കുട്ടികൾ വളരെ ലാഘവത്തോടെ പാഠം തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. നമ്മൾ ഈ 4 പാഠങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടന്നതല്ല. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന പാഠഭാഗത്തിലാണ്. ഈ പാഠഭാഗം കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജോലികളുടെ കൂട്ടത്തിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് അധ്യാപനത്വമാണ്. അധ്യാപനം എന്ന് പറയുമ്പോൾ പ്രീ പ്രൈമറി ലെവൽ മുതൽ അങ്ങ് യൂണിവേഴ്സിറ്റി തലം വരെയുള്ള ഇടങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു യാത്രയിൽ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ ഒരു കോളേജ് ലെക്ചറായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ UGC നെറ്റ് JRF എന്ന കോമ്പിനേഷനും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകുന്നതോടൊപ്പം തന്നെ ആ ഒറ്റ പരീക്ഷയിലൂടെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു അവാർഡാണ്, ഒരു ഫെലോഷിപ്പാണ് JRF എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ ആർക്കൊക്കെയാണ് ഈ അതേപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ എൻവയോൺമെൻറ്റൽ ടെക്നോളജിയിലും മറൈൻ ബയോളജിയിലും ഇൻഡസ്ട്രിയൽ ഫിഷറീസിലും PG കോഴ്സുകൾ വിഷയത്തിൽ ലഭ്യമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിൽ മൈക്രോബയോളജിയിലും ബയോടെക്നോളജിയിലും മറൈൻ ടെക്നോളജിയിലും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്ലാന്റ് സയൻസിലും എൻവയോൺമെൻറ്റൽ സയൻസിലും PG കോഴ്സുകൾ ലഭ്യമാണ്. ഒരുപക്ഷെ ഈ കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ആ മേഖലയിൽ ഒരു നല്ല ജോലി കരഗതമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BSc ബോട്ടണി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലോറർ, കൺസർവേഷനിസ്റ്റ്, എക്കോളജിസ്റ്റ്, ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, പ്ലാന്റ് ബയോകെമിസ്റ്റ്, molecular biologist, environmental consultant, farming consultant, plant pathologist, taxonomist. At the health substandards. The substandards are a small village level institution that provide primary health care to the community. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ
PHC പബ്ലിക് ഹെൽത്ത് സെൻറ്റർ എന്ന് പറയപ്പെടുന്ന ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. ദ സബ് സെൻറ്റർ വർക്ക്സ് അണ്ടർ ദി PHC. 1 ANM വിൽ ബി ഇൻ എ സബ് സെൻറ്റർ. ഇന്ത്യയിൽ 1,50,000 പരം സബ് സെൻറ്റേഴ്സ് ഇന്ന് നിലവിൽ ഉണ്ട്. ANM റിലേറ്റഡ് വർക്ക്സ് ഇൻക്ലൂഡ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് അലോങ് വിത്ത് ഫാമിലി പ്ലാനിംഗ് സർവീസ്, health and nutrition education, efforts for maintaining environmental sanitations, immunization for the center of communicable disease. നമ്മൾ പലപ്പോഴും വളരെ പ്രചാരത്തിൽ കേട്ടിട്ടുള്ളൊരു വേർഡാണ് ആശാ വർക്കേഴ്സിൻ്റേത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. നമ്മുടെ നിപ്പ കാലത്തും കോവിഡ് കാലത്തും ഒക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി സമൂഹം ചർച്ച ചെയ്ത പേരുകളിൽ ഒന്ന്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി ഈസ് എ കോമൺലി ഹെൽത്ത് വർക്കർ ഡിപ്പെൻഡിംഗ് ഓൺ ദ ഏരിയ കവേർഡ് ബൈ ദ സബ് സെൻറ്റർ. ഈച്ച് ANM ഈസ് സപ്പോർട്ടഡ് ബൈ 4 or 5 ആശാസ്. എന്നുള്ളൊരു ക്ലാസ്സെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ ICT ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗം, പ്രത്യേകിച്ച് അഡോളസൻസ് ഏജിലുള്ള ഉപയോഗത്തെ കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നത്. ഞാൻ ChatGPT എന്ന് പറഞ്ഞാൽ ChatGPT കേട്ടപ്പോഴാണ് അത് ഒരാൾ മാത്രമേ കേൾക്കാതിരിക്കുന്നത്. അത് കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് കേൾക്കേണ്ടതാണ് ChatGPT. എങ്ങനെ ഇല്ലാതാക്കാം? മൊബൈൽ ഫോൺ നമുക്കറിയാം പിടിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. നമ്മൾ 24 മണിക്കൂറുണ്ടെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ ചെലവഴിക്കുന്ന സമയം മാത്രമേ മൊബൈലിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ സമയങ്ങളും 4:45 ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം C1B പഠിക്കുന്ന 2 കുട്ടികളെ വിളിച്ചു. വീട്ടിൽ രക്ഷകർത്താക്കളെ സംബന്ധിച്ചു. അപ്പൊ അവര് പറയുന്നത് അവൻ വൈകിട്ട് വീട്ടിൽ വന്നതിന് ഫുൾ ടൈം മൊബൈലാണ്, പഠിക്കുന്നതേ ഇല്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മൊബൈൽ വാങ്ങിച്ചു കൊടുത്തത്, അതിനെ റീചാർജ് ചെയ്ത് കൊടുത്തത് എല്ലാം രക്ഷകർത്താക്കൾ തന്നെ ചെയ്യുന്നത്. പക്ഷേ